ലാൽകുമാർ തുടരുന്നുണ്ട്. ലാല, ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും വലിയ രീതിയിലുള്ള പ്രതികരണമാകും വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാകുക. കാരണം അവരുടെ ആവശ്യം ന്യായമാണ്. അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരാണ്. വെയിലും മഴയും മഞ്ഞുമൊക്കെ അവഗണിച്ച ആ തെരുവിൽ തുടരുന്നവരാണ്. അധികാര സ്ഥാനത്തിരിക്കുന്നവർ, ഒരു മേൽക്കൂരയുടെ താഴെ സുരക്ഷിതമായി ഇരിക്കുന്നവർ, എ സിയുടെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് അത് ചിലപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. അപ്പോൾ പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കണ്ണീർവാതകം പോലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പെട്ടെന്നുള്ളൊരു പ്രതികരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആ രീതിയിലാണ് അവരുടെ സംഘർഷം ഉടലെടുത്തത്. ഇവിടെ ഇപ്പോൾ സംഘർഷ സാധ്യത നിലനിൽക്കുക തന്നെയാണ്. കാരണം കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ അശുതോഷ് രംഗ ഉൾപ്പെടെയുള്ളവർ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, പോലീസുമായി സംസാരിക്കുന്നുണ്ട്. അവർ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ഇപ്പൊ നേരിട്ടെത്തി സംസാരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലേക്കുള്ള തീരുമാനമാണ് ഇതിപ്പോൾ വൈകി അറിയുമ്പോൾ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് സേനയോട്. കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷേ പ്രവർത്തകർ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. അവർ പോലീസിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നു. കാരണം ഈ കണ്ണീർവാതകം ഉൾപ്പെടെ പ്രയോഗിച്ചത് അവരെ രോഷാകുലരാക്കിയിട്ടുണ്ട്. അവർ മൂന്ന് വശത്തും ഇത്തരത്തിൽ പ്രവർത്തകർ മൂന്ന് വശത്തും അണിനിരക്കുന്നു. മാത്രമല്ല ഇവിടെ മൂന്ന് വശത്തായി അവർ പ്രകോപനപരമായിട്ട് തന്നെ പോലീസിനോട് പെരുമാറുന്നു. കാരണം ഈ അത്ര കണ്ണീർവാതകത്തിൽ ഉൾപ്പെടെ അവർ രോഷാകുലരാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിനീത ഏത് തരത്തിൽ ഇവരെ സമാധാനിപ്പിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ സിജെക്ക് വക്താക്കൾ ഉൾപ്പെടെ നേരിട്ട് അവരോട് സംസാരിച്ചു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും അവർ പിന്മാറുന്ന ലക്ഷണമില്ല. അത്തരത്തിലേക്ക് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല വിനീത.